കഴിഞ്ഞ ദിവസം രാത്രിയാണ് അതിഭീകരമായ ശബ്ദത്തോടുകൂടി ഈ പ്രദേശത്തെ മലയും ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് കൂടി മണ്ണും കൃഷി സ്ഥലത്ത് കൂടിയുള്ള വെള്ള കുത്തൊഴുക്കും ഒക്കെ ആയിരുന്നു ഈ പ്രദേശത്തെ ഭീതിയിലാക്കിയത്. ഇത് കടന്നു പോകുന്നത് ജനവാസ മേഖലയിൽ കൂടിയാണ്. പക്ഷേ ജനവാസ മേഖലയിൽ ഇത് വീടുകൾക്കുള്ള നാശനഷ്ടങ്ങൾ ഒഴിച്ചാൽ മറ്റ് ജീവഹാനികൾ അത്തരം ദുരന്ത സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എങ്കിൽ പോലും ജനങ്ങൾ ഭീതിയിലാണ്. കാരണം അവരുടെ കൃഷിസ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ ഒരു മണ്ണിടിച്ചിലിൽ, അതായത് വളരെ ഭീകരമായ ഒരു മണ്ണിടിച്ചിൽ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം അത്തരത്തിലാണോ ഈ പാറകളൊക്കെ ഈ പ്രദേശത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ഈ പാറകളൊക്കെ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് പതിച്ചിരുന്നെങ്കിൽ ഈ ഒരു അപകടത്തിൻ്റെ ഈ ഒരു ദുരന്തം അതൊരു ജീവഹാനി ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലേക്ക് നയിച്ചേനെ. പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് ഈ കാര്യങ്ങളൊന്നും പോയില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്കിൽ പോലും പ്രദേശത്തെ കൃഷി ഉൾപ്പെടെയുള്ളവ നശിച്ചിട്ടുണ്ട്. റബ്ബർ, വാഴകൃഷി, മറ്റ് പച്ചവർഗ കൃഷികളും ഒക്കെയാണ് ഈ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലുള്ളവരൊക്കെ കൃഷി നഷ്ടം സംഭവിച്ചതിൻ്റെ വേദനയിൽ കൂടിയാണ്. ഇപ്പോൾ കരവാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം ആദ്യമാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിൽ പ്രകൃതി ദുർബല പ്രദേശം എന്ന മുൻപ് എപ്പോഴെങ്കിലും റിപ്പോർട്ടുള്ളതാണോ? ഇല്ല, മുമ്പ് അങ്ങനെ റിപ്പോർട്ടില്ല. മഴ പെയ്യും ഇങ്ങനെ ഒലിപ്പായതുകൊണ്ട് വെള്ളം ഒഴുകി പോകാറുണ്ട്. അല്ലാതെ ഇങ്ങനെ മണ്ണിടിച്ചിലോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് റബ്ബർ മരം മുകളിൽ നിന്ന് പതിച്ച് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഇന്നലെ 9 മണിക്ക് തുടങ്ങിയതാണ്. നമുക്കറിയാം ഇന്നലെ വൈകിട്ടത്തെ മഴയെന്ന് പറയുന്ന വലിയ ശക്തമായ മഴ. ആ മഴയത്താണ് ഇത്രയും മണ്ണൊലിപ്പ് ഉണ്ടായത്. നമ്മളൊരു ഉരുൾപൊട്ടൽ എന്ന സാധ്യതയിലേക്ക് നമ്മൾ പോകുന്നില്ല. എങ്കിൽ കൂടി ഇപ്പോൾ മണ്ണൊലിച്ച് പോയപ്പോൾ അവിടെ വലിയ പാറയാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആ പാറയും ഇതുപോലെ ഒരു സമയത്ത് പൊയ്ക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജിയോളജി വകുപ്പിൽ നമ്മൾ ഇത് അവരെ അറിയിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വന്നൊരു പരിശോധനയൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. പിന്നെ കാർഷിക മേഖല ആകപ്പാടെ ഇവിടെ പന്നിയുടെ ശല്യമൊക്കെ കൊണ്ട് കർഷകർ വളരെ ദുരിതത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള കൃഷിയും കൂടെ പോയി. ഇപ്പോൾ ഈ ഭാഗം, ഈ മണ്ണൊലിച്ചിലും ഉണ്ടായ ഈ ഭാഗം മാത്രമല്ല, ഈ വെഞ്ചേമ്പ് പ്രദേശം ആകെ കൃഷിനാശം സംഭവിച്ചു ഇന്നലത്തെ മഴയത്ത്. ഇപ്പം വെഞ്ചേമ്പിലാണെങ്കിൽ ഒരു റേഷൻ കട, ഒരു സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ്, ഒരുപാട് സാധനങ്ങളെല്ലാം പുറത്ത് വാരിയിട്ടേക്കും. ഞങ്ങളവിടെ എല്ലാം പോയി. അതിൻ്റെ ബാക്കിൽ ഒരു കൊല്ല പൊട്ടി വെള്ളമെല്ലാം ആ കടകളിലേക്ക് കയറിയത്. അങ്ങനെ ആ ഭാഗത്തുള്ള വീടുകളെല്ലാം പോയി. ഇതിനോട് അടുപ്പിച്ച് തന്നെ ഏതാണ്ട് ഒരു 5 കുടുംബങ്ങൾ താമസമുണ്ട്. ഏറ്റവും പാവപ്പെട്ട പ്രായമുള്ള അമ്മമാരൊക്കെയാണ് താമസിക്കുന്നത്. അവരൊക്കെ വളരെ വിഷമത്തോടാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെ ഞങ്ങൾ താമസിക്കുമെന്നൊക്കെയുള്ള ആശങ്കയാണ് അവർക്ക്. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ചെയ്യാം. എന്തായാലും ഇത്രയും സംഭവിച്ചു. ആളുകൾക്കാർക്ക് ഒരു നഷ്ടം വരാഞ്ഞത് ഭാഗ്യം. ഇവിടെ താഴെ ബംഗാളികൾ താമസിക്കുന്ന ഒരു ചെറിയൊരു വീടുണ്ട്. അവരും ഇവിടെ ഇല്ലായിരുന്നു. എല്ലാം കൊണ്ടും നമുക്കൊരു അനുകൂലമായിരുന്നു എന്ന് തന്നെ പറയാം. ഇത്രയും പ്രകൃതിക്ഷോഭം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മണ്ണിടിച്ചിൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കുകൾ തന്നെയാണ്. കാര്യം ജീവഹാനി ഉണ്ടായിട്ടില്ല, പക്ഷേ കൃഷിനാശം സംഭവിച്ചിരിക്കുന്നു. എങ്കിൽ പോലും ജനങ്ങൾ ഭീതിയിലാണ്. കാരണം നമ്മൾ ഈ കാണുന്ന കാഴ്ച തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, വലിയ 2 പാറകൾ, അത് വളരെ ഭീമാകരമായ ഒരു പാറക്കെട്ടുകൾ തന്നെയാണ്. ആ പാറക്കെട്ടുകൾ ഏതു നിമിഷവും ഇവിടേക്ക് പതിക്കാമെന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാവുകയും മണ്ണ് ഈ പാറക്കിടയിൽ നിന്നും മാറുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ പാറക്കെട്ടുകൾ വീണ്ടും താഴേക്ക് പതിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജിയോളജി വകുപ്പ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി കൃത്യമായി ഇതിനാവശ്യമായ പഠനങ്ങൾ നടത്തണമെന്നാവശ്യപ്പെടുന്നത്. ആ പഠനങ്ങളിലൂടെയും മറ്റും മാത്രമേ ഈ ഒരു പ്രദേശം ഇനി ഇത്തരത്തിൽ ദുരന്ത സാധ്യത അല്ലെങ്കിൽ സാഹചര്യങ്ങളുള്ള പ്രദേശമാണോ എന്നുകൂടി തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ആ നിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രദേശത്തിന് ആവശ്യമായ ബാക്കി എല്ലാ സംവിധാനങ്ങളും ഒരുക്കണം എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.